الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള വിദ്യാർത്ഥികൾ, നമ്മൾ ഇന്ന് പഠിക്കുന്ന ഹദീസ് അൽ-അർബഊൻ അൻ-നവവിയ്യ എന്ന കിതാബിലെ 4ാമത്തെ ഹദീസാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. عن أبي عبد الرحمن عبد الله بن مسعود رضي الله عنه قال حدثنا رسول الله صلى الله عليه وسلم وهو الصادق المصدوق إن أحدكم يجمع خلقه في بطن أمه 40 يوما نطفة ثم يكون علقة مثل ذلك ثم يكون مضغة مثل ذلك ثم يرسل إليه الملك فينفخ فيه الروح ويؤمر ب4 كلمات بكتب رزقه وأجله وعمله وشقي أو سعيد فوالله الذي لا إله غيره إن أحدكم ليعمل بعمل أهل الجنة حتى ما يكون بينه وبينها إلا ذراع فيسبق عليه الكتاب فيعمل بعمل أهل النار فيدخلها وإن أحدكم ليعمل بعمل أهل النار حتى ما يكون بينه وبينها إلا ذراع فيسبق عليه الكتاب فيعمل بعمل أهل الجنة فيدخلها رواه البخاري ومسلم. إمام بخاري مسلم عبد الله بن مسعود رضي الله عنه ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാണ് ഓതി കേൾപ്പിച്ചത്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു ഉമ്മി അബ്ദ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ഇബ്നു ഉമ്മി അബ്ദ് റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിലെ അറിയപ്പെട്ട ഖുർആനുകളിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. മദീനയിൽ അറിയപ്പെട്ട 4 ഖുർആനുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ അഹബ്ബ അൻ യഖറഅൽ ഖുർആന കമാ ഉൻസിൽ. ചില റിപ്പോർട്ടുകളിൽ മൻ അഹബ്ബ അൻ യഖറഅൽ ഖുർആന ഖവ്വൻ ത്വലിയൻ കമാ ഉൻസിൽ. ഖുർആൻ ഇറക്കപ്പെട്ടതുപോലെ ജിബ്രീൽ എങ്ങനെയാണോ റസൂലുള്ളാഹിയെ ഓതി കൊടുത്തത് അതേപോലെ നിങ്ങൾ ആരെങ്കിലും ഓതാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫല്ലഖറ അലാ ഖിറാഅതി ഇബ്നു ഉമ്മി അബ്ദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. ഉദ്ദേശം അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ ഖിറാഅത്ത്. കാരണം അദ്ദേഹം അറിയപ്പെട്ട ഖുർആനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് പറഞ്ഞ സഹാബിയാണ്. ആ സഹാബി മരണപ്പെടുന്നത് ഹിജ്റ 33. ഹിജ്റ 33 എന്ന് പറയുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മരണപ്പെടുന്നത് എപ്പോഴാണ്? ഹിജ്റ 35. അപ്പോൾ ഹിജ്റ 33-ലാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. 66-ാമത്തെ വയസ്സിൽ ഹിജ്റ 33-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. മദീനയിലെ അറിയപ്പെട്ട ഫഖീഹും അതേപോലെ അറിയപ്പെട്ട ഖുറാവും അറിയപ്പെട്ട മുഫ്തിയുമായിരുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാം, قال حدثنا رسول الله صلى الله عليه وسلم. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. ഹദ്ദതന എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഹദ്ദതന അല്ലെങ്കിൽ അഖ്ബറന ഇതൊക്കെ ഒരേ അർത്ഥം. ഹദ്ദതന അല്ലെങ്കിൽ അഖ്ബറന ഇതൊക്കെ ഒരേ അർത്ഥം. നമുക്ക് പറഞ്ഞു തന്നു, നമുക്ക് വിശദീകരിച്ചു തന്നു എന്നാണ്. അതേപോലെ മുതഖദ്ദിമീങ്ങളായ ഉസൂലുകളുടെ അടുക്കലും ഹദ്ദതന അല്ലെങ്കിൽ അഖ്ബറന രണ്ടും ഒരേ അർത്ഥത്തിൽ ഉപയോഗിച്ചതാണ്. എന്നാൽ മുതഅഖിരീങ്ങളായ പണ്ഡിതന്മാരുടെ അടുക്കൽ രണ്ടിനിടയിൽ ഫർഖുണ്ട്. അഖ്ബറന എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം, ഹദ്ദതന എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം. അത് ഇൻഷാ അല്ലാഹ് ഉസൂലുൽ കിതാബുകളിൽ നിങ്ങൾ പഠിക്കുന്നതുമാണ് ഇൻഷാ അല്ലാഹ്. സഹാബി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു, വഹുവ സ്സാദിഖുൽ മസ്ദൂഖ്. അത് യഥാർത്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിന്റെ തഅക്കീദാണ് ഈ പറഞ്ഞത്. തൗക്കീദ് ഏത്? വഹുവ സ്സാദിഖുൽ മസ്ദൂഖ്. ആരെ സംബന്ധിച്ച് പറഞ്ഞതാ? റസൂലുള്ളാഹിയെ സംബന്ധിച്ച്. അതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ വഹുവ സ്സാദിഖ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാകുന്നു. ഫീമാ അഖ്ബറ ബിഹി, റസൂലുള്ളാഹി അറിയിച്ച കാര്യത്തിൽ സത്യസന്ധനാകുന്നു. അപ്പോൾ റസൂലുള്ളാഹി എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടോ അതെല്ലാം സത്യസന്ധമാണ് എന്നർത്ഥം. കാരണം
റസൂലുള്ളാഹി എന്തൊക്കെ പറയുന്നുണ്ടോ അതിലൊക്കെ സത്യസന്ധനാണ്. അത് മാത്രമല്ല മസ്തൂഖും കൂടിയാണ്. മസ്തൂഖ് എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തപ്പെട്ട ആള്. ഫീമാ ഉഖ്ബിറ ബിഹി, ഫീമാ ഉഖ്ബിറ ബിഹി, എന്തൊക്കെ കാര്യങ്ങളാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിലെല്ലാം റസൂലുള്ളാഹി തങ്ങൾ സത്യപ്പെടുത്തപ്പെട്ടവരും ആണ്. ഇത് റസൂലുള്ളാഹി തങ്ങളുടെ ഒരു സിഫത്താണ്. സാധാരണ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, സാധാരണ ലാ കദിബ് വലാ കുദിബ്, റസൂലുള്ളാഹി കളവ് പറയൂല, റസൂലുള്ളാഹി ഹദീസുകളൊന്നും കളവാക്കപ്പെടുകയുമില്ല. കാരണം സത്യസന്ധനാണ്, എല്ലാവരും അംഗീകരിക്കൽ ബാധ്യസ്ഥരുമാണ്. മുഅ്മിനീങ്ങൾ എല്ലാവരും റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് സ്വീകരിക്കൽ ബാധ്യസ്ഥരാണ്, അത് സത്യപ്പെടുത്തൽ നിർബന്ധമാണ്. എങ്കിലേ ഷഹാദത്തുൻ നബി പൂർത്തിയാവുകയുള്ളൂ. അല്ലേ? വിശുദ്ധ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ 4 കാര്യം ഉൾക്കൊള്ളുന്നുണ്ട്. അതിലൊന്ന് തസ്ദീഖു ബിമാ അഖ്ബർ, റസൂലുള്ളാഹി അറിയിച്ച കാര്യങ്ങളൊക്കെ സത്യപ്പെടുത്തലാണ്. അതാണ് ഉദ്ദേശം. ഇനി അത് മാത്രമല്ല, ഈ ഹദീസിൽ പറയുന്നതിന് മുമ്പ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയാനുണ്ടായ കാരണം, എന്ന് പറയാനുണ്ടായ കാരണം ശേഷം പറയാൻ പോകുന്ന കാര്യം നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച അറിയുന്ന കാര്യങ്ങളോ നമ്മുടെ പഞ്ചേന്ദ്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളോ അല്ല, ഗൈബിയായ നമുക്ക് ഗോപ്യമായ കാര്യങ്ങളാണ്. അതെങ്ങനെയാണോ റസൂൽ പറയുന്നത് അങ്ങനെ വിശ്വസിക്കുക, നമ്മൾ ബാധ്യസ്ഥരാണ്. ആ ഗൈബിയായ കാര്യമാണ് പറയാൻ പോകുന്നത്. അതിനൊരു തൗക്കീദായിട്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ കാര്യം പറഞ്ഞു വെച്ചത്. അത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് അദ്ദേഹം പറയാം, ഇന്ന അഹദകും, തീർച്ചയായും നിങ്ങളിൽ ഒരുവൻ, യുജ്മഉ ഖൽഖുഹു, അവന്റെ സൃഷ്ടിപ്പിന് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു, ഫീ ബത്നി ഉമ്മിഹി, അവന്റെ ഉമ്മയുടെ വയറ്റിൽ. ബത്നുടെ ഉദ്ദേശം വയറ്റിലാണ് കുട്ടി ഉണ്ടാകുക, റഹിം അല്ലേ, ഗർഭപാത്രത്തിൽ. അപ്പം ബത്നുടെ ഉദ്ദേശം, ബത്നു ചെന്ന് കുത്തു, ബത്നുണ്ട് അല്ലേ. അല്ലാഹു എന്താ പറഞ്ഞേ, അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ, മിൻ ബുതൂനി ഉമ്മഹാതികും ഉദ്ദേശം എന്താ, മിൻ അർഹാമി ഉമ്മഹാതികും, റഹ്മു ജമ അർഹാം, നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിങ്ങളെ സൃഷ്ടിപ്പിനെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. 40 യൗമൻ, 40 ദിവസം. നുത്ഫതൻ, ബീജമായിട്ട്. നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ ബീജം, മനിയില് ആണ് ബീജം എന്ന് പറയുന്നത്. അതായത് ബീജമായിട്ട് ഉമ്മയുടെ വയറ്റിൽ 40 ദിവസം നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ആയിരക്കണക്കിന് ബീജങ്ങളാണ് ഒരു പ്രാവശ്യം പെണ്ണിന്റെ ഗർഭപാത്രത്തിലേക്ക് വരുന്നത്. അതിൽ ഒന്ന് മാത്രമേ പെണ്ണിന്റെ അണ്ഡം സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ ഈ ആയിരക്കണക്കിന് ബീജത്തിൽ നിന്നും ഒരു ബീജത്തെ അണ്ഡം സ്വീകരിക്കുന്നു. അപ്പൊ അതാണ് അല്ലാഹു റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, 40 ദിവസം നുത്ഫയായി, ബീജത്തുള്ളിയായിട്ടായിരിക്കും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിങ്ങളുടെ സൃഷ്ടിപ്പുണ്ടാവുക. പിന്നെ യകൂനു അലഖതൻ, അത് രക്തപിണ്ഡമാകും. അലഖത്ത് എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിച്ച് എങ്ങനെ ഉണ്ടാവും, രക്തക്കട്ട അതിലുണ്ടാകും, രക്തത്തിന്റെ കട്ട, അതാണ് അലഖത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ സുമ്മ യകൂനു അലഖതൻ, പിന്നെ ആ ബീജത്തുള്ളിൽ എന്താവും, യകൂനു അലഖതൻ, അത് രക്തപിണ്ഡമാകും. രക്തപിണ്ഡം എന്ന് പറഞ്ഞാൽ ചോരയുടെ കട്ട. മിത്ല ദാലിക്, എന്താണ് ഉദ്ദേശം, മിത്ല ദാലിക് 40 യൗമ, അതും 40 ദിവസം. അപ്പൊ എത്രയായി, 40 ദിവസം നുത്ഫയായിട്ട് ഗർഭപാത്രം ഉണ്ടാവും, ശേഷം അത് രക്തപിണ്ഡമാവും, എന്നിട്ട് എന്ത് ചെയ്യും, 40 ദിവസം അങ്ങനെ തന്നെ ഉണ്ടാവും. സുമ്മ യകൂനു, എന്നിട്ടാണ് നുത്ഫയ പിന്നെ അലഖതാകും മുദ്ഗതൻ, മിത്ല ദാലിക്, മുദ്ഗതൻ മാംസപിണ്ഡമാകും. മാംസപിണ്ഡം എന്ന് പറഞ്ഞാൽ ഇറച്ചി കഷ്ണം, പിന്നെ ഇറച്ചി കഷ്ണം. മിത്ല ദാലിക് 40 ദിവസം. അപ്പൊ ടോട്ടൽ എത്രയായി, 120 ദിവസമായി, അതായത് 4 മാസം. 120 ദിവസം എന്ന് പറയുമ്പോൾ 4 മാസം. ആ 4 മാസം ആയാൽ ثم يرسل إليه الملك, ثم പിന്നെ يرسل إليه, ആ മനുഷ്യനിലേക്ക് നിയോഗിക്കപ്പെടും അൽ മലക്കു, മലക്കിനെ. മലക്ക് ആരയക്കാം, മലക്കിനെ അല്ലാഹു മലക്കിനെ അയക്കാം. എന്നിട്ട് ആ മലക്ക് വന്നിട്ട് എന്താ ചെയ്യാ, ഫയൻഫഖു, ആ മലക്ക് ഊതും, ഫീഹി, ആ മാംസപിണ്ഡത്തിൽ. മാംസമില്ലേ, ആ മാംസപിണ്ഡത്തിലേക്ക് മലക്കൂതും റൂഹിനെ. അപ്പം 4 മാസത്തിന് ശേഷമായിരിക്കും എന്തുണ്ടാകുക, റൂഹിനെ ഊതുക. എന്നിട്ടോ റൂഹ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, റൂഹ് എന്ന് പറഞ്ഞാൽ എന്താ, റൂഹ് എന്ന് പറഞ്ഞാൽ യസ്അലൂനക അനിർ റൂഹ്,
അള്ളാഹു പറയാണ് ഖുറൈശികൾ താങ്കളുടെ റൂഹിനെ സംബന്ധിച്ച് ചോദിക്കും. എന്താ പറയാൻ മറുപടി എന്താ പറഞ്ഞത്? അതെന്റെ റബ്ബിന്റെ കൽപ്പനയിൽപ്പെട്ട ഒരു കാര്യമാണ്. അതെന്താ നമുക്കറിയോ? ഇല്ല. റൂഹിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, റൂഹിനെ കാണാൻ സാധ്യമല്ല. റൂഹും മനുഷ്യന്റെ ശരീരത്തിൽ 4 ഘട്ടങ്ങൾ കടന്നു പോകുന്നുണ്ട്. റൂഹും മനുഷ്യന്റെ ശരീരവുമായിട്ട് 4 ഘട്ടങ്ങൾ കടന്നു പോകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടം ഉമ്മയുടെ വയറ്റിൽ 4ാമത്തെ മാസം നടക്കുന്ന ഈ ഊദരം. ഇപ്പൊ ഹദീസ് പറഞ്ഞല്ലോ, 4ാമത്തെ മാസം, അതായത് 120 ദിവസം കഴിഞ്ഞിട്ട് മലക്ക് റൂഹിനെ ഊതും. ആ റൂഹിനെ ഊതുന്ന സമയത്ത് ആ മാംസപിണ്ഡത്തിനുണ്ടാവും ജീവൻ വരും. ശരിക്കും യഥാർത്ഥ ഉമ്മയുടെ വയറ്റിൽ എത്രാമത്തെ മാസമാണ് കുട്ടി അനങ്ങാൻ തുടങ്ങുന്നത് അറിയോ? 5 അല്ലെങ്കിൽ 6. 5ാമത്തെ 6ാമത്തെ മാസമാണ് കുട്ടി അനങ്ങാൻ തുടങ്ങും. അപ്പൊ അതുവരെ അത് ചർച്ച ചെയ്ത് പണ്ഡിതന്മാർക്കിടയിൽ ഈ 5ാമത്തെ വയസ്സിൽ അങ്ങനെ റൂഹുള്ളത് കൊണ്ടാണോ അവർ റൂഹിന് ഊതിയതിന് മുമ്പാണ് ശേഷം ചർച്ച അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നിരുന്നാലും 1ാമത്തെ ഘട്ടത റൂഹിന് ആദ്യമായിട്ട് മനുഷ്യൻ ഉമ്മയുടെ വയറ്റിൽ ഊതുന്ന സമയം ആ കുട്ടിക്ക് ആ സമയത്ത് ഉണ്ടാവും ജീവൻ ഉണ്ടാവും. 2ാമത്തെ ഘട്ടം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്നതിന് ശേഷം, അല്ലെ, പുറത്തേക്ക് വന്ന ശേഷം യഥാർത്ഥ ജീവിതം തുടങ്ങി. നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും? ആ വന്ന റൂഹ് പിന്നീട് സ്വതന്ത്രമായ ജീവിതത്തിലേക്ക് കിടക്കാം. ഉമ്മയുടെ വയറ്റിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും ഇല്ല, നമുക്കൊന്നും ഓർമ്മയുണ്ടാകും. പറയപ്പെടാൻ ഒന്നുമില്ലാത്ത സമയത്താണ് മനുഷ്യൻ രൂപാന്തരപ്പെടുന്നതാവും. അപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് ഒരു കാലഘട്ടം. 2ാമത്തെ കാലഘട്ടം ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള നമ്മുടെ ദുനിയാവിലുള്ള ജീവിതം. 3ാമത്തെ റൂഹായിട്ടുള്ള ബന്ധം ഉറങ്ങിയതിന് ശേഷം അള്ളാഹു റൂഹിനെ തിരിച്ച് മനുഷ്യന്റെ ശരീരത്തിലേക്ക് സംന്വേഷിപ്പിക്കുന്ന സമയം. എന്താ പറയുക? ഉറങ്ങുന്ന സമയം റൂഹിനെ ദൈവം അള്ളാഹു പിടിക്കും. നമ്മൾ ഉറങ്ങുന്ന സമയം റൂഹിനെ അള്ളാഹു പിൻവലിക്കും. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല, റൂഹ് ഉണ്ടാവില്ല. ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയം റൂഹിനെ ദൈവം തിരിച്ചേൽപ്പിക്കും. അല്ലേ? അറിയില്ലേ? അതുകൊണ്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ചെയ്യുന്ന ദുആ എന്താ? അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു, ജീവിക്കുന്നു. അപ്പൊ മരണം ഉറക്കുന്നുള്ളത് ചെറിയൊരു മരണം കൂടിയാണ്. അതുകൊണ്ട് രക്ഷാങ്ങനെ ഉണ്ടാവും. ഉറങ്ങുന്ന പോലെ ആയിരിക്കും മരിക്കലുണ്ടാകുക. എന്നിട്ടോ നിങ്ങളുടെ റൂഹുകളെ, നഫ്സുകളെ അള്ളാഹു ഏറ്റെടുക്കുന്നു. ഹീന മൗതിഹ, ആ നഫ്സ് മരണപ്പെടുന്ന സമയം. വല്ലതി ലം തമുത്, മരണപ്പെടാത്ത ശരീരത്തെയും അള്ളാഹു ഏറ്റെടുക്കുന്നു. അപ്പോ ഫീ മനാമിഹ, ഉറങ്ങുന്ന സമയം. ഉറങ്ങുന്ന സമയം എന്ന് വെച്ചാൽ റൂഹിനെ അള്ളാഹു പിൻവലിക്കുന്നതാണ് ഉറങ്ങുന്ന സമയം. എന്നിട്ട് 2ാമത് എഴുന്നേൽക്കുമല്ലോ. എഴുന്നേൽക്കുന്ന സമയത്ത് അള്ളാഹു റൂഹിനെ 2ാമത് നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചയക്കും. അല്ലേ? അതുകൊണ്ടുള്ള ആ ദുആ, ഉറങ്ങിയിരിക്കുമ്പോൾ ദുആ എന്താ? അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദ അമാതനാ വഇലൈഹി നുശൂർ. അമാതനാ, അല്ലേ? നമ്മളെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അല്ലാഹുവിനാകുന്ന സർവ്വസ്തുതിയും. ഉറക്കുന്നുള്ളത് അൽമൗതു സഗീർ, ഒരു ചെറിയൊരു മരണമാണ്. അല്ലെ? ചെറിയൊരു മരണമാണ്. ദീർഘമായി കാലാകാലം തിരിച്ചു വരാത്തൊരു യാത്രയുണ്ട്. അതിനു മുമ്പുള്ള ചെറിയൊരു യാത്രയാണ് അത്. 4ാമത്തത് മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം, ദഫൻ ചെയ്തതിന് ശേഷം ഖബറിൽ ആ മനുഷ്യന് റൂഹിനെ തിരിച്ചു കൊണ്ടുവരപ്പെടും. മനുഷ്യന് മയ്യത്ത് മറമാടിയതിനു ശേഷം അവന്റെ ജീവിതത്തിൽ ഒന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റൂഹിനെ തിരിച്ചു കൊണ്ടുവരപ്പെടും. എന്നിട്ട് എന്ത് ചെയ്യും? മനുഷ്യൻ ചോദ്യം ചെയ്യും, റൂഹിനെ തിരിച്ചു കൊണ്ടുവരണം. എന്നിട്ട് ആ റൂഹിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക്, നരകത്തിലേക്ക് അയക്കുന്നു. ഇതാണ് റൂഹിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പം 4ാമത്തെ മാസം 4ാമത്തെ മാസം റൂഹിനെ ഊതും. എന്നിട്ട് ആ മലക്ക് കൽപ്പിക്കപ്പെടും 4 കാര്യങ്ങൾ രേഖപ്പെടുത്താൻ മലക്ക് കൽപ്പിക്കപ്പെടും. കൽപ്പിക്കുന്ന ആളാരാണ്? അള്ളാഹു മലക്കിനെ കൽപ്പിക്കും 4 കാര്യങ്ങളെ രേഖപ്പെടുത്താൻ. അപ്പൊ 4ാമത്തെ മാസമായിട്ട് നമ്മുടെ 4 കാര്യങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നത്. ഏതൊക്കെ 4 കാര്യങ്ങൾ? 1, ആ മനുഷ്യന്റെ റിസ്ക്, അവൻ എവിടെ നിന്ന് തിന്നണം, എന്ത് തിന്നണം, എത്ര തിന്നണം, അള്ളാഹു രേഖപ്പെടുത്തും. എന്താ? നമ്മുടെ റിസ്ക് അള്ളാഹു രേഖപ്പെടുത്തും. ഒരു ഹദീസ് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഒരാളുടെയും റിസ്ക് പൂർത്തിയായിട്ടല്ലാതെ അവർ ദുനിയാവിൽ നിന്ന് മരണപ്പെടൂല.
അപ്പൊ അള്ളാഹു ഒരാൾക്ക് നിശ്ചയിച്ചു നാളെ ഉച്ചക്കത്തെ ബിരിയാണി കൂടി ഒരാൾ വഹിക്കണം എന്ന് അള്ളാഹു രേഖപ്പെടുത്തിയാൽ ആ ഭക്ഷണം കഴിക്കാതെ അയാൾ മരണപ്പെടില്ല. റിസ്ക് പൂർത്തിയായാലേ ദുനിയാവ് യാത്രയാവും. ഒരു ദിവസം നെയ്സ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാഹനാപകടം ഉണ്ടായിരുന്നു. ഒരു സ്കൂട്ടറുകാരൻ വന്നു, ഒരു കാറും വന്നു, രണ്ടാളും നിർത്തി. സ്കൂട്ടറുകാരൻ വിചാരിച്ചു കാറ് കടന്ന് പോട്ടെ എന്നിട്ട് പോവാൻ, കാറുകാരൻ വിചാരിച്ചു സ്കൂട്ടർ പോട്ടെ എന്നിട്ട് പോവാൻ. ഇയാൾ നിർത്തിക്കൊടുത്തത് മറ്റേ കടന്നു പോകാൻ വേണ്ടിയിട്ട്, ഇയാൾ നിർത്തിക്കൊടുത്തത് ഇയാൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട്. രണ്ടാളും പോയി, രണ്ടാളും ഒരു സെക്കൻഡ് അവിടെ നിന്നു, 2-3 സെക്കൻഡ് അവിടെ നിന്നു. എന്നിട്ട് രണ്ടാളും ഒന്നിച്ച് വണ്ടി എടുത്തു, പിടിച്ചു. ശരിക്കണ്ട യഥാർത്ഥത്തിൽ അവിടെ നിന്ന് എന്തിനറിയാം, അവന്റെ സമയം പൂർത്തിയാകാൻ വേണ്ടിയിട്ട്. 5:35 മരിക്കണം എന്ന് തീരുമാനിച്ചു. 5:30 5 മിനിറ്റ് അവിടെ നിർത്തിച്ചു, സമയം അപ്പം കൊണ്ട് കുറിച്ചു. എന്നിട്ട് ആ സ്കൂട്ടറുകാരന്റെ ബേക്കിലാണ് ആ സ്പോട്ടിൽ മരിച്ചു. അവന്റെ സമയം പൂർത്തിയാക്കില്ല, ആ സമയം വരുന്നതിന് അവിടെ നിർത്തിച്ചു. അപ്പൊ ഒരു മനുഷ്യന്റെ സമയം പൂർത്തിയാകാതെ ദുനിയാവ് എന്ത് ചെയ്യില്ല, മരണപ്പെട്ടു പോകൂല. അതേപോലെ അവന്റെ ആയുസ്, എത്ര കാലം ജീവിക്കണം എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒരാൾ എത്ര കാലം ജീവിക്കണം എന്നത് ഒരാൾ നമ്മുടെ മനുഷ്യന്റെ കാര്യത്തിൽ പെട്ടതേയല്ല, മനുഷ്യന്റെ കഴിവിൽ പെട്ടതേയല്ല. ആരോഗ്യം മരണത്തിന് തടസ്സമല്ല. എന്റെ ഉപ്പ ഇവരൊക്കെ 100-110 വർഷം ജീവിച്ചവരാണ്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ആയുസ് കിട്ടും ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. നേരെ തിരിച്ചുമില്ല. എന്റെ ഉപ്പൊക്കെ 40-ാമത്തെ 30-ാമത്തെ വയസ്സ് മരിച്ചവരാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മരിക്കും, അങ്ങനെ ഉണ്ടാകും. അതുമില്ല, അത് തവാറത്തെയല്ല, മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ അള്ളാഹു ഒരാൾക്ക് എത്രയാണോ കണക്കാക്കിയത് അത്രയായ മരണപ്പെടും. ചിലപ്പോൾ ചെറുപ്പത്തിലേ അങ്ങ് പോകും, ചിലപ്പോൾ ചെറുപ്പക്കാരനെ അങ്ങ് പോകും, ചിലപ്പോൾ യുവാവാകും, ചിലപ്പോൾ മധ്യവയസ്കനാണ്, ചിലപ്പോൾ വയസ്സനാകും, ചിലപ്പോൾ 100-110 കഴിഞ്ഞിട്ടായിരിക്കും മരിച്ചു പോകും. അള്ളാഹു എന്താണോ കണക്കാക്കിയത് അതനുസരിച്ച് ആ കണക്കാക്കുന്നത് ഇപ്പോഴാണ് 4-ാമത്തെ മാസം. 3-ാമത് വഅമലിഹി, അവന്റെ അമലുകൾ. ഇവിടെ എന്താ ഉദ്ദേശം? അവരെന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യും, അവരെന്തൊക്കെ ചെയ്യും, എത്ര നിസ്കരിക്കും, എത്ര ഹജ്ജ് ചെയ്യും, എത്ര നോമ്പെടുക്കും, അതേപോലെ തിന്മകൾ അവരെന്തൊക്കെ ചെയ്യും അതെല്ലാം രേഖപ്പെടുത്തും. അതേപോലെ ശഖിയ്യുൻ ഔ സഈദുൻ, ഈ ശഖിയ്യുൻ ഔ സഈദുൻ അതിന്റെ ഇറാബ് എന്താ? അന്നഹു ശഖിയ്യുൻ ഔ അന്നഹു സഈദുൻ, കളയപ്പെട്ട അന്നയുടെ ഖബർ. അപ്പം ആ മനുഷ്യൻ 4-ാമത്തെ കാര്യം, ആ ഉമ്മയുടെ വയറ്റിലുള്ള കുട്ടി ഷഖിയാണോ സഈദാണോ? ഷഖി എന്ന് പറഞ്ഞാൽ ദുർഭാഗ്യവാൻ, സഈദ് എന്ന് പറഞ്ഞാൽ ഭാഗ്യവാൻ, സ്വർഗത്തിന്റെ ആൾ. ഷഖി എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ആൾ. ഇത് ഏതാണെന്നും അള്ളാഹു ആ 4-ാമത്തെ മാസം അവിടെ രേഖപ്പെടുത്തുന്നതാണ്. അള്ളാഹു ആണ് സത്യം. ഇതാണ് പറയുന്നത്. ഇത് റസൂലുള്ളാഹി ഇതിന് ശേഷം പറയുന്ന കാര്യം റസൂലുള്ളാഹി തങ്ങളാണോ പറഞ്ഞത്, അതല്ല അബ്ദുല്ലാഹി മസ്ഊദിന്റെ കലാമാണോ എന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. ശേഷം പറയാമെന്നൊക്കെ കലാം ഇദ്റാജ് അറിയില്ലേ, മുദ്റജ്. ഇത് റസൂലുള്ളാഹി തങ്ങളുടെ കലാമാണോ അതല്ല ഈ സഹാബിയുടെ കലാമാണോ എന്ന് അഭിപ്രായ വ്യത്യാസം. ചില കാര്യങ്ങൾ ഇദ്റാജ് ആക്കിയിട്ടുണ്ട്, ചില മർഫൂഅ്. ഇദ്റാജ് ആക്കിയാലും അതിന്റെ ഹുക്ം എന്താ? മർഫൂഅൻ ഹുക്മൻ. കാരണം എന്താ? ഇജ്തിഹാദിന് വകയില്ലാത്ത, ഇജ്തിഹാദ് ചെയ്യാൻ പറ്റാത്ത ഗൈബിയായ ഒരു കാര്യം ഒരു സഹാബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മർഫൂഅൻ ഹുക്മൻ, അത് ഹുക്മിൽ മർഫൂആയി. ഇത് പിന്നെ പറയാം അല്ലാഹുവാണ് സത്യം. അല്ലദി, എങ്ങനെയുള്ള റബ്ബ്? ലാ ഇലാഹ ഗൈറു. തൗഹീദ് കൊണ്ടാണ് ആ ഖസമെ സത്യപ്പെടുത്തുന്നത്. തൗഹീദ് കൊണ്ട്. ഇന്ന അഹദകും, തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, ലയഅമലു അവൻ അമൽ ചെയ്യും, ദുനിയാവിൽ സൽക്കർമ്മങ്ങൾ ചെയ്യും, ബിഅമലി അഹ്ലിൽ ജന്ന സ്വർഗ്ഗത്തിന്റെ അവകാശിയുടെ അമലുകൾ. അതായത് ഒരു സ്വർഗ്ഗത്തിൽ പോകേണ്ട ഒരു മനുഷ്യന്റെ അമലുകളൊക്കെ അയാൾ ചെയ്യും. ശരി, ശ്രദ്ധിച്ചോട്ടാ. ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാ, ഹത്താ എത്തരത്തിൽ അമൽ ചെയ്യുന്നത്? മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാ, അവന്റെയും സ്വർഗ്ഗത്തിന്റെയും ഇടയിൽ ഒരു മുഴമല്ലാതെ ബാക്കി ഉണ്ടാവില്ല. ഇതിന്റെ അർത്ഥം എന്താ? ദുനൂബുൽ അജൽ, മരിക്കാൻ അടുത്തു, മരണത്തിന്റെ അവസാന സമയം വരെ പ്രത്യക്ഷത്തിൽ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന അമലായിരിക്കും ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ടാകുക. അത് നിങ്ങൾക്കെന്ത് മനസ്സിലായി? സാധാരണ നമുക്ക് തോന്നുന്നത് ഒരാൾ നല്ല മുത്തഖിയായി ജീവിക്കും, അവസാന സമയത്ത് അത് ഇമാമാവും, എന്നിട്ടോ കാഫിറായിട്ട് മരിക്കും, അല്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അള്ളാഹു ഒരിക്കലും അടിമയോട് എന്തെയും കാണിക്കൂല,
ദുൽമ കാണിക്കൂല. ജീവിതത്തിന്റെ 100 വയസ്സ് ജീവിച്ച മനുഷ്യൻ 99 വയസ്സ് വരെ നല്ല അള്ളാഹുവിന്റെ സാലിഹായ അടിമയെ ജീവിച്ചാൽ അള്ളാഹു ഒരിക്കലും തീരാ അവനെ പാഴാക്കൂല. അല്ലെ? അതാണ് ഒരുപാട് ഹദീസുകൾ അതിൽ സാക്ഷ്യം വഹിക്കുന്നത്. പക്ഷെ ഇവിടെ ഉദ്ദേശം പ്രത്യക്ഷത്തിൽ നമ്മുടെ നോട്ടത്തിൽ നല്ല അമലുകളായിരിക്കും അവൻ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അവനുള്ളോ ഒന്നും ഉണ്ടാവില്ല. ഏതുപോലെ പറയാം, ഒരു ഉദാഹരണം, ഒരു യുദ്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കർക്കരയുടെ സംഭവം. കർക്കറ ഹദീസ് പറഞ്ഞിട്ടില്ലേ അല്ലേ? കർക്കറ യുദ്ധത്തിന് പോയി. യുദ്ധത്തിന് അദ്ദേഹം ഒരുപാട് യുദ്ധം ചെയ്തു. അങ്ങനെ തിരിച്ചു വരുന്ന സമയം അദ്ദേഹത്തിന് അമ്പ് തറക്കും, അദ്ദേഹം മരണപ്പെടും. അപ്പൊ സഹാബാക്കൾ മംഗളം പറയും. കാരണം എന്താ? അദ്ദേഹം ഷഹീദ യുദ്ധത്തിൽ. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ പറയും അയാള് നരകത്തിലാണ്. ഇത്രയും അമൽ ചെയ്ത് ഷഹീദായ മനുഷ്യൻ നരകത്തിലെന്ന് പറയുന്ന അർത്ഥം ഇദ്ദേഹം ആ രൂപത്തിലാണ് അമൽ ചെയ്ത് വന്നിട്ടുള്ളത് എന്നർത്ഥം. നമ്മുടെ നോട്ടത്തിൽ അയാൾ ചെയ്തൊക്കെ അമലായിരിക്കും, സ്വർഗത്തിന്റെ അമലായിരിക്കും, നല്ല നന്മയായിരിക്കും, പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് നന്മയായിരിക്കില്ല. പിന്നെ ഹദീസ് അവസാനം എന്താ പറയുന്നത്? സഹാബാക്കൾ പോയി നോക്കി. അപ്പൊ നരകത്തിന്റെ അവകാശം എന്ന് പറഞ്ഞപ്പോ സഹാബാക്കൾ അത്ഭുതപ്പെട്ടു. അവർ പോയി നോക്കിയപ്പോൾ കണ്ടത് ഗനീമത്ത് സ്വത്ത് ഓഹരി വെക്കുന്നതിന് മുമ്പ് അദ്ദേഹം കൈപ്പറ്റിയ ഒരു പുതപ്പ് കാരണം അദ്ദേഹം നരകത്തിന് റസൂൽ പറയാൻ കാരണം. അതേപോലെ മറ്റൊരു സംഭവം ഉണ്ടായി. ഒരു സഹാബി യുദ്ധം ചെയ്തു, ഘോര യുദ്ധം ചെയ്തു. ഒരു ലാസ്റ്റ് റസൂലുള്ളാഹി തആല പറഞ്ഞു, ഇന്ന് അയാൾ നരകത്തിലാണ്. സഹാബക്ക് അത്ഭുതം തോന്നി. എന്നിട്ട് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം സഹാബാക്കൾ റസൂലുള്ളാഹിയെ കുറിച്ച് വിവരം പറഞ്ഞു. അദ്ദേഹം മരിച്ച രൂപം ഒരു സഹാബി എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഒരുപാട് ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തി, ഒരുപാട് യോദ്ധാവിനെ പോലെ യുദ്ധം ചെയ്തു. പക്ഷെ അവസാന സമയത്തിന് വിട്ടുകിട്ടി. ആ ഒരു വാളിന്റെ മുറിവ് കാരണം വേദന സഹിക്കാൻ പറ്റാതെ അയാള് വാള് നിലത്ത് കുത്തിവെക്കുകയും അതിന്മേൽ മണിഞ്ഞു വീഴുകയും സ്വന്തം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്ന സഹാബ് റസൂലുള്ളാഹി പറയാം. അങ്ങനെ അയാൾ ചെയ്തു, നരകത്തിലേക്ക് പോയി. അതിന്റെ അർത്ഥം അൽ-അഅ്മാലു ബിൽ ഖവാതീം, നമ്മുടെ പര്യാവസാനം നോക്കിയിട്ടായിരിക്കും നമ്മുടെ സ്വർഗ്ഗ നരകം തീരുമാനിക്കപ്പെടുന്നത്. നസ്അലുല്ലാഹ ഹുസ്നൽ ഖാതിമ. അവസാനം നന്നാക്കി തരട്ടെ. അപ്പം ഇവിടെ ഉദ്ദേശം ഒരാള് നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ നോട്ടത്തിൽ ചെയ്യുന്ന സ്വർഗത്തിന്റെ അമലായിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ നരകത്തിലേക്കുള്ള വഴിയായിരിക്കും. എന്നിട്ടോ കിതാബ് മുൻകടക്കുന്നത് അതൊന്ന് രേഖപ്പെടുത്തി എന്താണോ അത് സംഭവിക്കും. നരകത്തിന്റെ അവസാന സമയം അവസാനം നമ്മുടെ നോട്ടത്തിൽ തന്നെ നരകത്തിലേക്ക് ഒരു പ്രവൃത്തി ചെയ്തിട്ട് അദ്ദേഹം നരകത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. മനസ്സിലായോ? അതേപോലെ നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷത്തിലായാൽ വളരെ മോശപ്പെട്ട ആളായിരിക്കും. നമ്മൾ ചോദിച്ചപ്പോൾ വളരെ മോശപ്പെട്ട ആളാണ്, നരകത്തിലേക്കുള്ള ആളാണ് എന്ന് നമ്മുടെ നോട്ടത്തിൽ തോന്നും. പക്ഷെ മരണത്തിന്റെ അവസാന സമയത്തുമ്പോ അദ്ദേഹത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു ചാൺ മാത്രം ബാക്കി. ഒരു ചാൺ ബാക്കിയാവും. പിന്നെ അദ്ദേഹത്തെ കിതാബ് അദ്ദേഹത്തെ മുൻകടക്കും. അത് അല്ലാഹു 4-ാമത്തെ മാസം എഴുതി വെച്ചിട്ട് വരും. അദ്ദേഹം സ്വർഗത്തിലേക്ക് പണി ചെയ്യും, എന്നിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഒരുപാട് സഹാബാക്കളിലെ ഒരു സഹാബി ജീവിതകാലം മുഴുവൻ ശുദ്ധി ജീവിച്ചു. അവസാന സമയം അദ്ദേഹം റസൂലുള്ളാഹിയെ വിശ്വാസം സ്വീകരിക്കും. ഇസ്ലാം സ്വീകരിച്ച ഉടനെ തന്നെ റസൂലുള്ളാഹി യുദ്ധത്തിലേക്ക് വിളംബരം ചെയ്യും. ആ സഹാബി ഒരു സുജൂദ് പോലും അല്ലാഹുവിനോട് ദുനിയാവിൽ ചെയ്തിട്ടില്ല. ഉടനെ തന്നെ വാളെടുത്ത് യുദ്ധത്തിന് പുറപ്പെടും. പോകേണ്ട താമസമായിട്ട് അദ്ദേഹം ഷഹീദാവും. ഒരു സുബ്ഹാനല്ലാഹ് പോലും അദ്ദേഹം ദീനിന്റെ പേരിൽ അദ്ദേഹം ചെയ്തിട്ടില്ല. ഒരു സുജൂദ് പോലും റബ്ബിനോട് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. പ്രത്യക്ഷം നമ്മുടെ നോട്ടത്തിൽ അയാൾ ചെയ്യുന്ന അമലുകൾ ചിലപ്പോൾ നരകത്തിലേക്കുള്ളതായിരിക്കാം, പക്ഷെ അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമായിരിക്കും. ഇതിനെന്താ വേറൊരു രൂപത്തിൽ പറഞ്ഞാൽ, ഓരോ മനുഷ്യനും അവർ ഏതിലേക്കാണോ സൃഷ്ടിക്കപ്പെട്ടത്, നരകത്തിലേക്കാണെങ്കിൽ അതിലേക്കുള്ള അമലുകൾ അല്ലാഹുവിന് എളുപ്പമാക്കി കൊടുക്കും. സ്വർഗത്തിലേക്കാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ സ്വർഗത്തിലേക്കുള്ള അമലുകൾ അല്ലാഹുവിന് എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. هذا والله أعلم وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. السلام عليكم ورحمة الله وبركاته.